ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യൻ എയർഫോഴ്സ് 114 വിദേശ യുദ്ധവിമാനങ്ങൾ വാങ്ങാൻ പദ്ധതിയിടുന്നു. ഇതിൽ 96 എണ്ണം ഇന്ത്യയിൽ നിർമ്മിക്കുകയും ബാക്കിയുള്ളവ ഒരു വിദേശ വെണ്ടറിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയും ചെയ്യുന്നു. ഈ 96 യുദ്ധവിമാനങ്ങളും ഒരു യഥാർത്ഥ ഉപകരണ നിർമ്മാതാവിൽ നിന്നും ഒരു ഇന്ത്യൻ നിർമ്മാതാവിന് സാങ്കേതിക കൈമാറ്റം വഴി ഇന്ത്യയിൽ നിർമ്മിക്കുമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾ വാങ്ങാനുള്ള ആഗോള ടെൻഡർ 2025 അവസാനത്തോടെ ഇന്ത്യൻ സർക്കാർ പുറത്തിറക്കുമെന്നും വിശ്വസിക്കപ്പെടുന്നു. 3 അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ, ഒരു ഫ്രഞ്ച് യുദ്ധവിമാനം, ഒരു റഷ്യൻ യുദ്ധവിമാനം, ഒരു സ്വീഡിഷ് യുദ്ധവിമാനം എന്നിവ ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി 114 മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഏറ്റെടുക്കാനുള്ള മത്സരത്തിൽ പങ്കെടുക്കുന്നു. MRFA കരാർ പ്രകാരം 114 ആധുനിക മൾട്ടി റോൾ ഫൈറ്ററുകൾ ഇന്ത്യൻ വ്യോമസേന അതിന്റെ സ്ക്വാഡ്രോൺ വികസിപ്പിക്കുന്നതിനും മുന്നേറുന്നതിനുമായി വാങ്ങുന്നു. മൊത്തത്തിൽ ഏകദേശം $20 ബില്യൺ മൂല്യമുള്ള ഈ പദ്ധതി യുദ്ധവിമാനങ്ങൾക്കായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ വാങ്ങൽ പദ്ധതികളിൽ ഒന്നാണ് എന്നതും ഈ പദ്ധതിയെ ശ്രദ്ധേയമാക്കി മാറ്റുന്നു. ഇന്ത്യൻ വ്യോമസേന ഇതിനോടകം തന്നെ ഉപയോഗിക്കുന്നതിനാൽ ഫ്രഞ്ച് യുദ്ധവിമാനമായ റഫാലാണ് ഈ മെഗാഡീൽ നേടുന്നതിൽ മുൻനിരയിലുള്ളത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. എന്നാൽ ഇവ കൂടാതെ മറ്റ് 5 വിമാനങ്ങൾ കൂടി ഈ പദ്ധതിയുടെ മത്സരത്തിലുണ്ട്. ബോയിങ്ങിന്റെ F-15EX, F-18 ബ്ലോക്ക് 3 സൂപ്പർ ഹോർണറ്റ്, സാബിന്റെ JS-39 ഗ്രിപ്പൻ, ലോക്കിഡ് മാർട്ടിന്റെ F-21, സുഖോയ് 35 എന്നിവയാണ് ഈ മറ്റ് വിമാനങ്ങൾ. ഇതിൽ F-21, ഗ്രിപ്പൻ എന്നിവ സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനങ്ങളും ബാക്കിയുള്ളവ ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനങ്ങളുമാണ്. സിംഗിൾ എഞ്ചിൻ യുദ്ധവിമാനങ്ങൾ വില കുറഞ്ഞതാണെങ്കിലും ഇവ ഇന്ത്യൻ വ്യോമസേന ഏറ്റെടുക്കലിന് പരിഗണിക്കുമോ എന്ന് ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല. ഇന്നത്തെ വീഡിയോയിൽ MRFA കരാറിനായി മാറ്റുരയ്ക്കുന്ന വിമാനങ്ങളുടെ സവിശേഷതകൾ നമുക്കൊന്ന് വിശദമായി നോക്കാൻ ശ്രമിക്കാം. ഒന്നാമതായി ദസോ റഫാൽ. ഈ മത്സരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരാർത്ഥിയായി കണക്കാക്കപ്പെടുന്നത് റഫാൽ യുദ്ധവിമാനമാണ്. കാരണം 2016 ഗവൺമെന്റ് കരാറിന് കീഴിൽ വാങ്ങിയ €7.8 ബില്യൺ ചെലവ് വരുന്ന 36 റഫാൽ യുദ്ധവിമാനങ്ങൾ ഇതിനോടകം തന്നെ ഇന്ത്യൻ വ്യോമസേനയിൽ ഉപയോഗത്തിലുണ്ട്. ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ കോമ്പാറ്റുകൾ അല്ലെങ്കിൽ ഇന്റർസെപ്ഷനുകൾ, ഗ്രൗണ്ട് അറ്റാക്കുകൾ എന്നിവ ഉൾപ്പെടെയുള്ള സങ്കീർണമായ യുദ്ധ അസൈൻമെന്റുകൾ നടത്താൻ കഴിയുന്ന റഫാൽ യുദ്ധവിമാനം ഒരു 4.5 ജനറേഷൻ എയർക്രാഫ്റ്റ് കൂടിയാണ്. ഒമ്നി റോൾ എയർക്രാഫ്റ്റ് എന്നും അറിയപ്പെടുന്ന ഈ യുദ്ധവിമാനത്തിന് ശബ്ദത്തിന്റെ ഇരട്ടിയോളം വേഗത, അതായത് മാക് 1.8 വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. റഡാർ, ആയുധം, റേഞ്ച് എന്നിവയുടെ കാര്യത്തിൽ നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ വിമാനം കൂടിയാണിത്. സൈനികർക്ക് ഗ്രൗണ്ട് സപ്പോർട്ട് നൽകൽ, നിരീക്ഷണം, ആഴത്തിലുള്ള സ്ട്രൈക്കുകൾ, കപ്പൽ വിരുദ്ധ സ്ട്രൈക്കുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്ക് അനുയോജ്യമായ ഇരട്ട എഞ്ചിൻ കനാഡ് ഡെൽറ്റ വിംഗ് മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റാണ് ദസോ റഫാൽ. ആന്തരികവും ബാഹ്യവുമായി ഇന്ധന ടാങ്കുകൾ സജ്ജീകരിച്ചിരിക്കുന്ന റഫാൽ യുദ്ധവിമാനങ്ങൾക്ക് 3700 കിലോമീറ്ററിന്റെ പരമാവധി റേഞ്ച് ഉണ്ടായിരിക്കും. ആയുധങ്ങളുടെ കാര്യം പരിശോധിക്കുമ്പോൾ റഫാലിന് വിവിധതരം മിസൈലുകൾ വഹിക്കാൻ കഴിയുന്ന 14 ഹാർഡ് പോയിന്റുകളുണ്ട്. 150 കിലോമീറ്റർ പരമാവധി റേഞ്ചുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലായ മീറ്റിയോറും 500 കിലോമീറ്ററിലധികം റേഞ്ചുള്ള എയർ ടു സർഫസ് മിസൈലായ സ്കൽപ്പും ഈ വിമാനത്തിൽ സജ്ജീകരിച്ചിരിക്കുന്നു. അഫ്ഗാനിസ്ഥാൻ, ലിബിയ, മാലി, സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, ഇറാഖ്, സിറിയ എന്നിവിടങ്ങളിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഫ്രഞ്ച് വ്യോമസേന റഫാലിനെ ഉപയോഗിച്ചിരുന്നു. രണ്ടാമതായി F-18 സൂപ്പർ ഹോർണറ്റ് ബ്ലോക്ക് 3. ഈയിടെ സൂപ്പർ ഹിറ്റായ ബോളിവുഡ് ചിത്രം ടോപ്പ് ഗൺ മാവറിക്കിൽ സൂപ്പർ ഹോർണറ്റ് വിമാനങ്ങളെ അവതരിപ്പിച്ചിരുന്നു. റഫാൽ യുദ്ധവിമാനത്തിന് ശേഷം ഇന്ത്യൻ സൈന്യത്തിന് ലഭിക്കാവുന്ന ഒരു ഗെയിം ചേഞ്ചറായി കണക്കാക്കാവുന്ന വിമാനം സൂപ്പർ ഹോർണറ്റ് ആണ്. ഏകദേശം 4 പതിറ്റാണ്ടുകളായി അമേരിക്കൻ നാവികസേനയുടെ മുൻനിര വിമാനമാണ് F-18 സൂപ്പർ ഹോർണറ്റ്. ഒരു ഫൈറ്റർ വിമാനമായും ആക്രമണ വിമാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൂപ്പർ ഹോർണറ്റിന്റെ ഏറ്റവും പുതിയ പതിപ്പാണ് ബ്ലോക്ക് 3. ഇന്ത്യൻ വ്യോമസേനയുടെ പരിഗണനയുള്ള പതിപ്പ് F-18 സൂപ്പർ ഹോർണറ്റ് ബ്ലോക്ക് 3യുടെ ഇരട്ട എഞ്ചിൻ വാഹകശേഷിയുള്ള മൾട്ടി റോൾ യുദ്ധവിമാന പതിപ്പാണ്. 10x19 ഇഞ്ച് കസ്റ്റമൈസ് ചെയ്യാവുന്ന ടച്ച് സ്ക്രീൻ വഴി പ്രവർത്തിപ്പിക്കാവുന്ന നൂതന കോക്പിറ്റ് സിസ്റ്റമാണ് ബ്ലോക്ക് 3യിലെ മുൻകാല F-18 സൂപ്പർ ഹോർണറ്റിൽ നിന്നുമുള്ള ഒരു പ്രധാന നവീകരണം. അടിസ്ഥാനപരമായി ഈ സിസ്റ്റം കോക്പിറ്റിലെ ഹാർഡ് ഡിസ്പ്ലേകൾക്ക് പകരം ഐപാഡ് പോലെയുള്ള സവിശേഷതകൾ നൽകുന്നു. ഇത് സുഗമമായ ഫ്ലൈറ്റ് പ്രവർത്തനങ്ങൾക്കും തീരുമാനമെടുക്കലിനും പ്രാപ്തമാക്കുന്നതിനോടൊപ്പം യുദ്ധഭൂമി വിലയിരുത്താൻ പൈലറ്റിന് കൂടുതൽ സമയവും നൽകുന്നു. കൂടാതെ ആയുധങ്ങൾ സംഭരിക്കുന്നതിന് ബ്ലോക്ക് 3യിൽ 2500 പൗണ്ട് വരെ ആയുധങ്ങൾ വഹിക്കാൻ നിർമ്മിച്ച ഒരു എൻക്ലോസ്ഡ് ബാഹ്യ ആയുധപ്പോടും ഉണ്ടായിരിക്കും. ഈ പോഡിൽ നിന്നും വിവിധ മിസൈലുകളും ബോംബുകളും തൊടുത്തുവിടാൻ കഴിയുമെന്നത് കൂടാതെ AIM-9X സൈഡ് വിൻഡർ എയർ ടു എയർ മിസൈൽ, AIM-120 അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈൽ, AGM-154 ജോയിന്റ് സ്റ്റാൻഡ് ഓഫ് വെപ്പൺ എന്നിവ ഉൾപ്പെടുന്നു. ബ്ലോക്ക് 3ക്ക് ഏകദേശം 10,000 ഫ്ലൈയിങ് മണിക്കൂർ ആയുസ് ഉണ്ടെങ്കിലും സ്റ്റെൽത്ത് കഴിവുകളില്ല എന്നതാണ് പ്രധാന പോരായ്മയായി ഉയർത്തിക്കാട്ടുന്നത്. മൂന്നാമതായി ബോയിങ് F-15EX. ഈഗിൾ 2 എന്നും അറിയപ്പെടുന്ന F-15EX വിമാനം F-15Cയുടെ നവീകരിച്ച പതിപ്പാണ്.
ബോയിങ് വികസിപ്പിച്ചെടുത്ത ഈ വിമാനവും MRFയ്ക്കായുള്ള അവരുടെ പോർട്ട്ഫോളിയോയിൽ നിന്നുള്ള മറ്റൊരു മത്സരാർത്ഥിയാണ്. 1970കളുടെ മധ്യത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സാണ് യഥാർത്ഥ F-15 യുദ്ധവിമാനങ്ങൾ ആദ്യമായി വിന്യസിച്ചത്. എന്നാൽ ഇന്നത്തെ പതിപ്പിൽ ഒന്നിലധികം നവീകരണങ്ങളും മെച്ചപ്പെടുത്തലുകളും ഉൾപ്പെടുന്നു. പ്രത്യേകമായി F-15EXൽ മാനുവറബിലിറ്റി, ആക്സിലറേഷൻ, കമ്പ്യൂട്ടിംഗ് പവർ, ആയുധവാഹന ശേഷി എന്നിവയിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിരിക്കുന്നു. അതോടൊപ്പം ഡിജിറ്റൽ ഫ്ലൈ ബൈ വയർ ഫ്ലൈറ്റ് നിയന്ത്രണങ്ങൾ, ഒരു വലിയ ഏരിയയുള്ള ഡിസ്പ്ലേ ഗ്ലാസ് കോക്പിറ്റ്, ഒരു APG-82 AES റഡാർ എന്നിവയും ഈ വിമാനം ഉൾക്കൊള്ളുന്നു. കൂടാതെ F-15EX ഒരു ഓപ്പൺ മിഷൻ സിസ്റ്റം സോഫ്റ്റ്വെയർ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് പോരാളികളുടെ ഓപ്പറേറ്റിംഗ് നെറ്റ്വർക്കിനെ ദ്രുതഗതിയിലുള്ള നവീകരണത്തിനും ശേഷി മെച്ചപ്പെടുത്തലിനും വിധേയമാക്കാൻ അനുവദിക്കുന്നു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് പ്രവർത്തിപ്പിക്കുന്ന മറ്റേതൊരു യുദ്ധവിമാനത്തെക്കാളും F-15EXന് ശക്തമായ എയർഫ്രെയിമുകളും കൂടുതൽ ശക്തമായ പ്രോസസ്സറുകളും നൂതന ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റങ്ങളും ഉണ്ടെന്ന് ബോയിങ് അവകാശപ്പെടുന്നു. ഇതുകൂടാതെ അംറാം മിസൈലുകളെ ഫയർ ചെയ്യാൻ F-15EX വിമാനങ്ങൾക്ക് കഴിയുമെന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. US എയർ നാഷണൽ ഗാർഡ് 2022 ഫെബ്രുവരിയിൽ മെക്സിക്കോ ഉൾക്കടലിന് മുകളിലൂടെ F-15EXൽ നിന്ന് AIM-120D അംറാം വിജയകരമായി ഫയറിംഗ് നടത്തിയിരുന്നു. 6000 മുതൽ 8000 മണിക്കൂർ വരെയുള്ള പോരാളികളുടെ ശരാശരി പറക്കുന്ന സമയത്തെ അപേക്ഷിച്ച് F-15EXന് 20000 മണിക്കൂർ ഫ്ലൈയിങ് ആയുസ് ഉണ്ടായിരിക്കും. നാലാമതായി ലോക്ഹീഡ് മാർട്ടിൻ F-21. അമേരിക്കൻ പ്രതിരോധ കമ്പനിയായ ലോക്ഹീഡ് മാർട്ടിന്റെ ഉൽപ്പന്നമാണ് F-21 വിമാനങ്ങൾ എന്നതുകൂടാതെ F-21 വിമാനങ്ങൾ F-16ന്റെ പരിഷ്കരിച്ചതും നൂതനവുമായ ഒരു പതിപ്പ് കൂടിയാണ്. ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി നിർമ്മാതാവ് ഇത് പ്രത്യേകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. F-21 ഒരു മൾട്ടി റോൾ ഫൈറ്റർ ആയിരിക്കുമെന്നാണ് അറിയപ്പെടുന്നത് എന്നത് കൂടാതെ F-16ൽ നിന്നും നോസ് മൗണ്ടഡ് റഡാർ ഫിറ്റ്, വൈഡ് വ്യൂ കനോപ്പി, ഒരു സിംഗിൾ എഞ്ചിൻ ഇൻസ്റ്റാളേഷൻ എന്നിവ F-21 നിലനിർത്തുന്നു. F-21ൽ സിംഗിൾ സീറ്റർ, ഡബിൾ സീറ്റർ വകഭേദങ്ങൾ ഉൾപ്പെടുന്നു എന്നതുകൂടാതെ F-15EXനെ പോലെ AIM-120D അംറാമിനെ പിന്തുണയ്ക്കുന്ന വിങ് ടിപ്പ് മിസൈൽ ഹാർഡ് പോയിന്റുകളുമായാണ് F-21 വിമാനങ്ങൾ എത്തുന്നത്. F-21ൽ ഒരു പിൻവലിക്കാവുന്ന ഇന്ധന പ്രോബ് സജ്ജീകരിച്ചിരിക്കുന്നു എന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ പോരാളികൾക്ക് അവരുടെ താവളങ്ങളിൽ സുഗമമായി ഇന്ധനം ഉറപ്പാക്കുന്നതിന് അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ്. അഞ്ചാമതായി സാബ് JS-39 ഗ്രിപ്പൻ. സ്വീഡിഷ് എയറോസ്പേസ് ആൻഡ് ഡിഫൻസ് കമ്പനിയായ സാബ് AB നിർമ്മിക്കുന്ന ഭാരം കുറഞ്ഞതും സിംഗിൾ എഞ്ചിനും മൾട്ടിറോൾ യുദ്ധവിമാനവുമാണ് സാബ് JS-39 ഗ്രിപ്പൻ. 1996ൽ സ്വീഡിഷ് വ്യോമസേനയിൽ അവതരിപ്പിച്ച ഈ വിമാനത്തെ അഫോർഡബിൾ നോൺ സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നു. സ്വീഡിഷ് വ്യോമസേന നിലവിൽ 1000 മുതൽ 2000 സാബ് ഗ്രിപ്പൻ വിമാനങ്ങളെ പ്രവർത്തിപ്പിക്കുന്നു. 150 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങൾ തകർക്കാൻ ശേഷിയുള്ള ബിയോണ്ട് വിഷ്വൽ റേഞ്ച് ആയുധമായ മീറ്റിയോർ എയർ ടു എയർ മിസൈലുകൾ തൊടുക്കാൻ കഴിവുള്ള ആദ്യത്തെ യുദ്ധവിമാനമാണ് സാബ് ഗ്രിപ്പൻ. ഗ്രിപ്പന്റെ വിവിധ വകഭേദങ്ങൾക്ക് വ്യത്യസ്ത ലോഡുകളിലുള്ള മീറ്റിയോർ മിസൈലുകൾ വഹിക്കാൻ കഴിയും. സ്വീഡന് പുറമെ ചെക്ക് റിപ്പബ്ലിക്, ഹംഗറി, ദക്ഷിണാഫ്രിക്ക, തായ്ലാന്റ് എന്നിവിടങ്ങളിലാണ് ഗ്രിപ്പൻ നിലവിൽ പ്രവർത്തിച്ചു പോരുന്നത്. ആറാമതായി സുഖോയ് 35. നവീകരിച്ച ഏവിയോണിക്സുകൾ, പുതിയ ഭാരം കുറഞ്ഞ ഫ്രെയിം, 3D ത്രസ്റ്റ് വെക്ടറിംഗ് കഴിവ് എന്നിവയെക്കുറിച്ചും സ്റ്റെൽത്ത് എയർക്രാഫ്റ്റ് കില്ലർ എന്ന് വിളിക്കുന്നതിനെക്കുറിച്ചും അഭിമാനപ്പെടുന്ന ഒരു റഷ്യൻ സൂപ്പർ മാനുവറബിൾ ഫൈറ്റർ ജെറ്റാണ് സുഖോയ് 35. സുഖോയ് 27 വിമാനത്തിന്റെ മെച്ചപ്പെട്ട വേരിയന്റായ സുഖോയ് 35 ഒരു എയർ ഡിഫൻസ് ഫൈറ്ററായും അറിയപ്പെടുന്നു. വായു മേധാവിത്വ റോളുകൾക്കും മറ്റൊന്നിലധികം റോളുകൾക്കുമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സിംഗിൾ സീറ്റുള്ള ഇരട്ട എഞ്ചിൻ യുദ്ധവിമാനമാണിത്. F-22മായി താരതമ്യപ്പെടുത്താവുന്നതും F-35 അല്ലെങ്കിൽ F-16നേക്കാളും വേഗതയുള്ളതും ഉയർന്ന ഉയരത്തിൽ മാക് 2.25 എന്ന പരമാവധി വേഗത സുഖോയ് 35ന് കൈവരിക്കാനാകും. അതോടൊപ്പം 60,000 അടി ഉയരത്തിൽ പറക്കാൻ സുഖോയ് 35Sന് കഴിയുമെന്നതും ഈ വിമാനത്തെ അപകടകാരിയാക്കി മാറ്റുന്നു. സുഖോയ് 35ൽ സജ്ജീകരിച്ചിരിക്കുന്ന നൂതന ഏവിയോണിക് സിസ്റ്റത്തിൽ ഒരു പാസീവ് ഇലക്ട്രോണിക് സ്കാൻഡർ റഡാർ സിസ്റ്റവും ഉൾപ്പെടുന്നു. 400 കിലോമീറ്ററിലധികം ദൂരത്തിൽ ഒന്നിലധികം ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ട്രാക്ക് ചെയ്യാനും ഈ സംവിധാനം പൈലറ്റിനെ അനുവദിക്കുന്നു. 2 സാറ്റേൺ AL-41F-1S ടർബോഫാനുകളാണ് സുഖോയ് 35 യുദ്ധവിമാനത്തിന് ഊർജം പകരുന്നത്. ഓരോന്നും 14,000 കിലോഗ്രാം ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുകയും എഞ്ചിനിൽ ഒരു ത്രസ്റ്റ് വെക്ടറിംഗ് സിസ്റ്റം സജ്ജീകരിച്ചിരിക്കുകയും ചെയ്യുന്നു. ഇത് പൈലറ്റിനെ ത്രസ്റ്റിന്റെ ദിശ നിയന്ത്രിക്കാൻ അനുവദിക്കുന്നതിനോടൊപ്പം ഈ സംവിധാനം സുഖോയ് 35ന് ഫ്ലൈറ്റിന്റെ സമയത്ത് അസാധാരണ മാനുവറബിലിറ്റിയും സ്ഥിരതയും നൽകുന്നു. വിമാനത്തിന് 8000 കിലോഗ്രാമിന്റെ പേലോഡ് ശേഷിയുള്ളതിനാൽ വിശാലമായ ആയുധങ്ങളും പേലോഡും വഹിക്കാൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുന്നു.